everyone, welcome to my channel LKLS Maths class. ഇത് നമ്മൾ CBSEയുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എക്സസൈസ് 5.3 തേർഡ് സെക്ഷനാണ് കേട്ടോ. തേർഡ് സെക്ഷനിലെ 8th വണ്ണാണ്. അപ്പോൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ വീഡിയോസ്, 7th വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണുന്ന കുട്ടികൾ അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഗിവൻ an equal to 4, d equal to 2, sn is equal to -14, find n and a. ഇതാണ് നമ്മുടെ 8th ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിവിടെ തന്നിട്ടുണ്ട് an 4 എന്ന്. സോ an ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, an കാണാനുള്ള ഫോർമുല എല്ലാ കുട്ടികൾക്കും അറിയാം അല്ലേ. an ഈക്വൽ ടു എന്താണ്, a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ് നമ്മുടെ ഫോർമുല. ക്ലിയർ? സോ എ നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ, എത്രയാണ് തന്നിട്ടുള്ളത്, 4 തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ എ അറിയോ, ഇല്ല. സോ എ അങ്ങനെ തന്നെ എഴുതുക. ദെൻ n മൈനസ് 1 അതും നമുക്കറിയാത്തതുകൊണ്ട് അത് തന്നെ എഴുതാം. ബട്ട് നമുക്കിവിടെ ആരുണ്ട്, ഇവിടെ ഡിയുടെ തന്നിട്ടുണ്ട് 2. ഓക്കെ, സോ ഡിയുടെ സ്ഥാനത്ത് നമുക്കിവിടെ 2 എഴുതാം. ഓക്കെ, ദെൻ നമുക്ക് 4 ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്താ കിട്ടുക, എ എഴുതി പ്ലസ് 2 ഇൻറ്റു എൻ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, നമുക്കിവിടെ 2n കണ്ടോ, 2 ഇൻറ്റു n 2n. ഇനിയോ -1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -2 കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടി, 4 ഈക്വൽ ടു a പ്ലസ് 2n മൈനസ് 2. ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഇനി അടുത്ത വരുന്നത് എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ 2നെ നമുക്ക് ഇപ്പറേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ നോക്കിയാൽ ഈ 4 എഴുതി, ഇതിന് ഇപ്പറേക്ക് വന്നപ്പോൾ എന്ത് പറ്റിയത്, -2 പോസിറ്റീവായി. ബാക്കി എന്താ ഉള്ളത്, a പ്ലസ് 2n ആണ് നമുക്കിവിടെ ഉള്ളത്. ക്ലിയർ? ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, എത്ര കിട്ടി നമുക്ക്, 6. സോ a പ്ലസ് 2n, 6 ഇസ് ഈക്വൽ ടു a പ്ലസ് 2n എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് എന്താണ്, a ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, ഫൈൻഡ് a ആണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് തിരിച്ചെഴുതിക്കൂടെ, a നെ നമുക്ക് ഇവിടെ എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിന് ആദ്യം ഒന്നുകൂടെ നമുക്ക് എഴുതാം അല്ലേ. 6 ഇസ് ഈക്വൽ ടു a പ്ലസ് 2n എന്ന് എഴുതി നമുക്ക് ഇതിനൊന്ന് തിരിച്ചെഴുതാം. a പ്ലസ് 2n ഈക്വൽ ടു 6 ഇങ്ങനെ എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയുടെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. സോ നമുക്ക് എങ്ങനെ എഴുതാം, a ഈക്വൽ ടു ഈ 6 എഴുതുക. ഇതിപ്പോഴേക്ക് പോകുമ്പോൾ എന്തായി മാറും, നമുക്ക് -2n ആയിട്ട് മാറും. ക്ലിയർ ആയില്ലേ? ഇതിന് നമുക്കൊരു ഇക്വേഷൻ 1 ആയിട്ട് നമുക്കെടുത്ത് വെച്ചേക്കാം. കണ്ടോ, എയുടെ വാല്യൂ നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ളൂ, നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്, sn ഈക്വൽ ടു -14 ആണ് തന്നിട്ടുള്ളത്. സോ അത് സം ഓഫ് n ടേംസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതാം, sn അതിൻ്റെ ഫോർമുല എഴുതുക. sn കാണാനുള്ള ഫോർമുല എന്താണ്, n/2 ഇൻറ്റു ഇവിടെ എന്ത് കൊടുക്കാൻ, നമുക്ക് a പ്ലസ് l എന്നുള്ളത് എടുക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ a പ്ലസ് l എന്ന് എടുത്തിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നുണ്ടോ, an ഈക്വൽ ടു 4 ആണ്. ഈ an എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ലാസ്റ്റ് ടേം തന്നെയാണ്, വിച്ച് മീൻസ് വാട്ട്, l ആണത്. ഓക്കെ, സോ n/2 ഇൻറ്റു a പ്ലസ് l എന്നാണ് നമ്മളിവിടെ എടുത്തത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതാം, ഇനി sn ഇവിടെ തന്നിട്ടുണ്ടല്ലോ, സം ഓഫ് ആ ടേംസ് വന്നിട്ടുണ്ട് 14. സോ snൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത്, വെറും 14 അല്ല കേട്ടോ, -14. സോ ഇവിടെ -14 എഴുതുക, ഈക്വൽ ടു n/2 ഇൻറ്റു a പ്ലസ് l എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്, an ഈക്വൽ ടു 4 അത് തന്നെയാണ് ലാസ്റ്റ് ടേം. സോ ഇവിടെ എന്ത് കൊടുക്കുക, 4 കൊടുക്കുക. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, എന്താ ഇത് രണ്ടും കൂടി എടുക്കണം. ഈ 2നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ, സോ -14 ഇതിപ്പുറേക്ക് വരുമ്പോൾ എന്തായി മാറും, ഇൻറ്റു ആയിട്ട് മാറും. അപ്പോൾ സോ ഇൻറ്റു 2 ദെൻ n a പ്ലസ് 4. ക്ലിയർ ആയല്ലോ? ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി, -28 ആവും, ഈക്വൽ ടു a. ഇനി ഇവിടെ എന്താ നമുക്കുള്ളത്, a പ്ലസ് 4 ആണ്. സോ a പ്ലസ് 4 തന്നെ എഴുതുക. ഇത് a ആട്ടോ, 9 എന്ന് വെച്ചെഴുതരുത്. ഇനി ഇവിടെ നമുക്ക് ഒന്നും കൂടി ഇതിനെ തിരിച്ചെഴുതാം അല്ലേ. ഇപ്പം നമുക്ക് വേണ്ടി എന്ത് കൊടുക്കാൻ പറ്റും, n ഇൻറ്റു a പ്ലസ് 4. ഈ -28 ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം കേട്ടോ, നമ്മൾക്ക് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതാണ്. സോ നമുക്കിവിടെ കിട്ടി, എന്ത് കിട്ടി, ഇത് നമുക്കൊരു ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. ഇനി നമുക്കിവിടെ കണ്ടോ, n ഇൻറ്റു a പ്ലസ് 4 എന്നാണ്. നമ്മൾക്ക് ഇവിടെ എക്ക് ഒരു പ്രത്യേകിച്ചൊരു വാല്യൂ ഇവിടെ കിട്ടി, 6 മൈനസ് 2n എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ എന്ത് കൊടുക്കാം, ഈ n എഴുതി എയുടെ വാല്യൂ എക്ക് പകരം എന്ത് കൊടുക്കണം, 6 മൈനസ് 2n. ഓക്കെ, അപ്പോൾ എക്ക് പകരം ഞാൻ ഇവിടെ എഴുതി 6 മൈനസ് 2n. ഇനി എന്തിട്ട് കൊടുക്കാം, e പ്ലസ് 4 ഈക്വൽ ടു -28. ക്ലിയർ ആയല്ലോ? കണ്ടോ, ഇവിടെ എക്ക് പകരം എക്ക് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുള്ള ഒരു വാല്യൂ ഇതാ ഇവിടെയുണ്ട്, 6 മൈനസ് 2n. സോ ഇവിടെ a പ്ലസ് 4ന് പകരം എയുടെ വാല്യൂ 6 മൈനസ് 2n പ്ലസ് 4 ഈക്വൽ ടു -28 എഴുതി.
ഇനി ഇവിടെ എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോകണമെന്ന് നോക്കി കണ്ടോ, n ഇവിടെ 6ഉം 4ഉം കൂടി എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്തെടുക്കാം. സോ നമുക്ക് 10 കിട്ടും അല്ലേ. -2n ഈക്വൽ ടു -28. ക്ലിയർ. ഇനി നമുക്ക് എന്തെഴുതാം, നോക്കി 10 × n. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ, 10n. ഓക്കെ. മൈനസ് n × -2n എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് അല്ലേ വരുള്ളൂ. കണ്ടോ, അപ്പോൾ എന്ത് കിട്ടി, 2n² കിട്ടി ഈക്വൽ ടു -28. ക്ലിയർ ആണോ? നമുക്ക് എന്ത് ചെയ്യാം, ഈ 28നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാം. 10n - 2n². ഇത് ഇപ്പുറേക്ക് വരുമ്പോൾ എന്തായി, പോസിറ്റീവ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ +8 ആണ്. +28 ആണ്. ബാക്കിയുടെ ഒന്നുമില്ല. സോ എന്ത് കൊടുക്കാം, 0. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതാനായിട്ട് എങ്ങനെ എഴുതുക, കറക്റ്റ് ചെയ്ത് എഴുതുമ്പോൾ 2n² മുന്നിൽ വരും അല്ലേ. +10n ദെൻ എന്താ വരിക, +28 ഈക്വൽ ടു 0 വരും. ഇനി നമ്മൾക്കിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇവിടെ ഒരിക്കലും എന്ത് വരാൻ പാടില്ല, മൈനസ് വരാൻ പാടില്ല. സോ ഇതിനെല്ലാം എന്തുകൊണ്ട്, ഇതിനെ പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്യണം, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ, പറ്റില്ല അല്ലേ. ഇതിനെ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വരുമ്പോൾ ഇവിടെ എന്ത് കിട്ടി, പോസിറ്റീവായി. സോ +2n². ഇവിടെയോ നെഗറ്റീവ് ഇൻറ്റു +10 എന്ന് പറഞ്ഞാൽ എന്താണ്, -10n. ഇവിടെയോ +28 ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, -28 ഈക്വൽ ടു 0. ഇത്രയും കിട്ടിയില്ലേ. ഇനി നമുക്ക് ഇതിനെതിരായെല്ലാത്തിലും എന്ത് പോകും, 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. സോ നമുക്കിവിടെ ഒന്ന് എഴുതി വയ്ക്കുക, ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ എന്താണ്, 2. പിന്നെ നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നോക്കാം, 2n²/2 ചെയ്താൽ 2ഉം 2ഉം കട്ടായിപ്പോയി. ബാക്കി നമുക്കിവിടെ എന്താണുള്ള n² മൈനസ് ഈ 10n-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും, 5n. സോ -5n മൈനസ് 28നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതാ 1 4 അല്ലേ, 14. സോ 14 ഈക്വൽ ടു 0 കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് യൂസ് ചെയ്യുക. ഈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എല്ലാ കുട്ടികളും പഠിച്ചതാണ്. എന്നിരുന്നാലും ഒന്നുകൂടി പറയുകയാണ്, ഈ കോഫിഷ്യൻ്റ് എന്നിട്ട് കോഫിഷ്യൻ്റ് എന്തുണ്ടാവും, അവിടെ 1 ആയിരിക്കും. സോ 1 ഇൻറ്റു ഈ ഫസ്റ്റ് ടേമും ഈ ലാസ്റ്റ് ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ എന്നിൻ്റെ കോഫിഷ്യൻ്റ് 1 ആയതുകൊണ്ട് 1 ഇൻറ്റു ഇവിടെ എന്തായുള്ള -14. സോ നമുക്ക് കിട്ടി -14. സോ ഇതിൻ്റെ ഫാക്ടേഴ്സിനെ കണ്ടെത്തുക. ഓക്കെ, നമുക്കറിയാം 7 × 2 ചെയ്താൽ എന്ത് കിട്ടും, 14 കിട്ടും. വെറും 14 കിട്ടിയാൽ മതിയോ, അല്ല അല്ലേ. ഈ കിടക്കുന്ന -14 കിട്ടണം. അപ്പം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, നെഗറ്റീവ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് കിട്ടും. ഇനി ഇതേ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, -5 കിട്ടണം. നമുക്ക് നോക്കാം, -7ഉം +2ഉം നെഗറ്റീവും പോസിറ്റീവും കൂടി വന്നാൽ എന്താ ചെയ്യുക, സബ്ട്രാക്റ്റ് അല്ലേ ചെയ്യുക. എന്നിട്ട് വലതിൻ്റെ സൈൻ ഇടും. സോ ഇവിടെ എന്ത് കിട്ടി, -5. ഇത് രണ്ടും കിട്ടിയില്ലേ. അപ്പോൾ ഇവിടെ എന്തിട്ട് കൊടുക്കണം, ഇവിടെ ഒരു n ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു n ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു n ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തു. കണ്ടോ, 7n-ഉം -7n-ഉം +2n-ഉമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എടുത്ത് എഴുതാവുന്നുണ്ട്. ഓക്കെ, കണ്ടോ, n² - 7n + 2n പിന്നെ എന്താ എഴുതണം, -14 ഈക്വൽ ടു 0. ഇനി ഇതിനൊന്ന് ഗ്രൂപ്പ് ചെയ്തെടുക്കുക. കണ്ടോ, ഗ്രൂപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് n ആയിരിക്കും. സോ n - 7 വരും. ഇതെങ്ങനെ വരുന്നതെന്ന് അറിയാമല്ലോ അല്ലേ. അത് n × n². ഇതോ 7 × n. ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്. സോ n-നെ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ബാക്കി വന്ന n - 7 ഈ മൈനസ് ഇട്ട് ഇവിടെ വയ്ക്കാം. ഇനി ഇവിടെ പ്ലസ് ആണ്. അതുപോലെ ഇവിടെ നോക്കിയാൽ 2 × n-ഉം ഇവിടെ എന്താ 7 × 2 ആണ്. ഇതിൽ കോമൺ ആയിട്ട് വന്നേക്കുന്നത് 2 ആണല്ലോ. സോ 2 എടുത്ത് പ്ലസ് ഇടണം കേട്ടോ, 2 എഴുതി. അപ്പോൾ ബാക്കി എന്താണല്ലോ ഇവിടെ, n-ഉം 7ഉം കണ്ടോ. അപ്പോൾ n - 7 എഴുതുക. n - 7 ഈക്വൽ ടു 0. ക്ലിയർ ആയില്ലേ. അപ്പോൾ നോക്കിയാൽ ഇത് രണ്ടും നമുക്ക് എങ്ങനെ ഒരുപോലെ കിട്ടിയത് കേട്ടോ. ഇത് എങ്ങനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്ത് നമ്മളിങ്ങനെ ഗ്രൂപ്പ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഈ കിടക്കുന്ന 2 ആൻസറും ഒരുപോലെ തന്നെയായിരിക്കും എപ്പോഴും വരിക. സോ അതെല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി എന്താണ്, നമുക്കിതിൽ ഒരുപോലെ വന്നിട്ടുള്ളതിനെ നമുക്ക് ഒരുമിച്ചെടുക്കാം. n - 7-ൽ നിന്ന് ഒരെണ്ണം എടുക്കാം. ബാക്കി 2 പേരും ഇവിടെ ഉണ്ട്. ആരൊക്കെയാണ്, n + 2 ഈക്വൽ ടു 0. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്തെടുക്കാം, ഇതിനെ രണ്ടിനും കൂടി 0-നെ കൊടുക്കാം. സോ n - 7 ഈക്വൽ ടു 0 എഴുതി. ഇവിടെയോ n + 2 ഈക്വൽ ടു 0 എഴുതി. ഇനി നോക്കിയാൽ n ഈക്വൽ ടു ഈ 0 വരും. ഇതിപ്പുറേക്ക് പോകുമ്പോൾ എന്തായി, +7 ആയി. സോ n ഈക്വൽ ടു നമുക്ക് കിട്ടി എന്താണ്, 7 കിട്ടി. ഇവിടെയോ
എന്നിന് മാത്രം എടുക്കാം. സോ 0 ഇതിന് കൂടെ അപ്പോൾ -2. സോ n ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക് -2 കിട്ടി. പക്ഷേ നമ്മൾ ഈ നെഗറ്റീവായിട്ട് വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യില്ല, എടുക്കില്ല. നമുക്ക് പോസിറ്റീവ് നമ്പർ മാത്രം നമുക്കിവിടെ മതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇതേ എടുക്കാൻ പാടുള്ളൂ, നെഗറ്റീവ് നമ്പർ നമുക്ക് വേണ്ട. ഇവിടെ എന്നിന് 2 വാല്യൂസ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ. പക്ഷേ ഒരെണ്ണം നെഗറ്റീവ് ആയിരുന്നു, സോ അതിനെ നമുക്ക് എടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷനായിട്ടുള്ള ആ ഫസ്റ്റ് വൺ എടുക്കാം അല്ലേ. 6 - 2 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ നമുക്ക് മുന്നേ കിട്ടിയിട്ടുണ്ട്, ഇക്വേഷൻ 1. ഈ എന്നിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടി. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആരെ കിട്ടും, എയുടെ കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നോക്കിയേ, എ ഈക്വൽ ടു 6 - 2 എന്ന് പറയുമ്പോൾ എന്താണ്, 2 ഇൻറ്റു സോറി ഇതല്ലല്ലോ എടുക്കേണ്ടത്, ഇതാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. 2 ഇൻറ്റു 7 ആണ് എടുക്കേണ്ടത് കണ്ടോ, 2 ഇൻറ്റു 7. സോ നമുക്ക് എ ഈക്വൽ ടു 6 - 7 2 സാർ എത്രയാണ്, 14 കിട്ടി. ഇനിയോ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് എ ഈക്വൽ ടു എത്ര കിട്ടും, 8 കിട്ടും. വേറെ 8 ആണോ, അല്ല. 14ൻ്റെ മുന്നിൽ ആരുണ്ട്, അത് മൈനസ് ഉണ്ട്. സോ -8 കിട്ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം പറഞ്ഞത് 2 നമുക്ക് കിട്ടി. ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താണ്, എ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സോ ദാർഫോർ എ ഈക്വൽ ടു -8. പിന്നെ എന്താ കണ്ടെത്താൻ പറഞ്ഞത്, n കണ്ടെത്താൻ പറഞ്ഞു. n നമുക്ക് കിട്ടിയില്ലേ, 7. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കിനി അടുത്ത സം ചെയ്യാം. ഓക്കെ, അടുത്തത് 9th ആണ് കേട്ടോ. 9th സം എന്താണ്, വളരെ എളുപ്പമുള്ള സമ്മാണ്. അത് നോക്കി, എ ഈക്വൽ ടു 3, n ഈക്വൽ ടു 8, s ഈക്വൽ ടു 192 ആൻഡ് ഫൈൻഡ് d. ഇവിടെ d മാത്രം നമ്മളിവിടെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഫോർമുല കൊടുക്കാം. ഇവിടെ നമുക്ക് ലാസ്റ്റ് ടേം ഒന്നും തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, നമ്മുടെ സം ഓഫ് n നമ്പേഴ്സിൻ്റെ കൊടുക്കാം. എസ് എൻ ഈക്വൽ ടു എന്ത് വരും, n/2 ഇൻറ്റു 2a പ്ലസ് n - 1 ഇൻറ്റു d. ഇതാണ് നമ്മുടെ ഫോർമുല അല്ലേ. അപ്പോൾ നമുക്ക് എസ് എൻ നമ്പർ ഓഫ് ടേംസ് കൂടെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അതെന്ത് എഴുതാം, നമുക്ക് 192. ക്ലിയർ ആയല്ലോ? n എന്ന് പറയുന്നത് എത്രയാണ്, അത് 8 തന്നിട്ടുണ്ട്. സോ 8/2. ഇനിയോ 2a ആണ്. 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ a തന്നിട്ടുണ്ടല്ലോ ഇവിടെ കണ്ടോ, 2 ഇൻറ്റു a. സോ a ഇവിടെ തന്നിട്ടുണ്ട് 3. സോ 2 ഇൻറ്റു 3 പ്ലസ് n - 1 എന്നാണ്. n ഇവിടെ 8 കണ്ടോ. സോ 8 - 1. ഡി ഉണ്ടോ, ഇല്ല. സോ ഡി അവിടെ തന്നെ കൊടുത്തോളുക. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പോയി എത്ര ടൈംസ് പോയി, 4 ടൈംസ് ആയിരിക്കും അത് പോവുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ 2 ഇതിനകത്ത് എത്ര ടൈംസ് പോയി, 4 ടൈംസ് പോയി. അപ്പോൾ നമുക്കിവിടെ എഴുതാം 192 ഈക്വൽ ടു 4 എന്താണ് ഇൻറ്റു 2 3 6 പ്ലസ് 7 8 - 1 എന്താണ് 7 ഇൻറ്റു d 70. കണ്ടോ, ഇത് കിട്ടി നമുക്ക് ആൻസർ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെ 192 ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 6 4 24 പ്ലസ് 4 ഇൻറ്റു 7 4 7 എത്രയാണ് 28 d. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇനി 192ൻ്റെ ഈ 24 നമുക്ക് ഇപ്പറേ കൊണ്ടുവരാം. കാരണം ഇതിൽ നമുക്ക് വേരിയബിൾ ഉള്ളതുകൊണ്ട് 24 നമുക്ക് ഇപ്പറേ കൊണ്ടുവരുമ്പോൾ എന്തായത്, മൈനസായി. കണ്ടോ, 192 - 24 ഈക്വൽ ടു 28 d കിട്ടി. ഇനി 192ന് 24 റെഡ്യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, 168 കിട്ടും. സോ 168 ഈക്വൽ ടു 28 കേട്ടോ. നോക്കിയാൽ ഇവിടെ 192 ഈക്വൽ ടു 24 പ്ലസ് 28 d ആണ്. സോ 28 ഡിനെ അവിടെ നിർത്തിക്കൊണ്ട് 24നെ ഇപ്പറേക്ക് എടുക്കാം. സോ 192 ഇത് ഇപ്പറേക്ക് വരുമ്പോൾ ഈക്വൽസ് അതിൻ്റെ ഇപ്പറേക്ക് ട്രാൻസ്പോസ് ചെയ്ത് വരുമ്പോൾ എത്രയായി, ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ -24 ആകും. പോസിറ്റീവ് 24നെ ലെഫ്റ്റ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്തപ്പോൾ എന്തായി, -24 ഈക്വൽ ടു 28. ഓക്കെ, ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി, 168 ഈക്വൽ ടു 28 d. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 28നെ ഇപ്പറേക്ക് കൊണ്ടുവരാം. ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് ഇപ്പറേ വരുമ്പോൾ എന്ത് വരും, ഡിവിഷൻ വരും. സോ 168/28 ഈക്വൽ ടു d. ഈ 28ൽ എത്ര ടൈംസ് ആവുകയാണെ, 6 ടൈംസ് വരും. സോ 6 ഈക്വൽ ടു d. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു പറഞ്ഞേക്കുന്നത്, ഫൈൻഡ് d ആയിരുന്നു. അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ, therefore d ഈക്വൽ ടു വാട്ട്, 6. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ഈ 3rd സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു 10th വൺ കേട്ടോ. അപ്പോൾ ആ 10th വണ്ണും കൂടി ചെയ്യാം. ഇവിടെ നോക്കിയാൽ ലാസ്റ്റ് നമ്പറാണ് 28, SN 144 ആൻഡ് there are
ടോട്ടൽ 9 ടേംസ്. സോ ഇത് 9 ടേംസിൻ്റെ സമ്മാണ് ഈ കാണുന്നത്. കണ്ടോ, ടോട്ടൽ 9 ടേംസ്. സോ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ്. ഇവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഫൈൻഡ് ചെയ്യുക. ഇത് വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ് കേട്ടോ. ഇത് നോക്കിയപ്പോൾ നമുക്ക് എന്തെടുക്കാം, ലാസ്റ്റ് ടേം ഒക്കെ തന്നുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഏതാണ്, SN=n/2 ഇൻറ്റു A + L എന്നുള്ള ഫോർമുല. കാരണം ലാസ്റ്റ് ടേം തന്നിട്ടുണ്ടത് കണ്ടോ. അപ്പോൾ നമുക്ക് A കണ്ടെത്തിയാൽ പോരെ, വളരെ എളുപ്പമല്ലേ. നോക്കിയേ, SN അതായത് 9 ടേംസാണ് നമുക്കുള്ളത്. സോ SNൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം, 144 എഴുതാം. ഇനി N എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ 9 ആണ്. സോ അവിടെ 9/2 അല്ലേ, എത്ര ടേംസാണ് ഉള്ളത് അതാണ് N എന്ന് പറയുന്നത്. ഇനി ഇവിടെ A നമുക്കറിയില്ല. സോ A ഇവിടെ എഴുതുക. പിന്നെ എന്തറിയാം, നമുക്ക് 28 അറിയാം, അതായത് ലാസ്റ്റ് ടേം അറിയാം. ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ ഇപ്പുറേക്ക് കൊണ്ടുപോകാം. കണ്ടോ. സോ 144 ഇൻറ്റു ഇതിൻ്റെ ഇതെഴുതുക, റെസിപ്രോക്കൽ എഴുതുക. ഇത് ഇപ്പുറേക്ക് പോകുമ്പോൾ അതിന് നേരെ എന്താ തലതിരിച്ചെഴുതുക. ഓക്കെ, =A + 28. ക്ലിയർ ആയല്ലോ. ഇനി നോക്കിയേ, ഈ 9 ഇതിൽ എത്ര ടൈംസ് പോകുമെന്നറിയോ, 16 ടൈംസ് പോകുമെന്നറിയാം. സോ ബാക്കി നമുക്ക് എന്താണ്, 16 × 2 = A + 28. ക്ലിയർ. ഇനി ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 32 = A + 28. ക്ലിയർ ആയല്ലോ. ഇനി 28ന് ഇപ്പുറേക്ക് കൊണ്ടുവരിക. അപ്പോൾ 32 28 ഇപ്പുറേ വരുമ്പോൾ എന്തായി, ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ -28 ആവും. പോസിറ്റീവ് അല്ലേ. സോ -28 ആവും, =A. ഇനി ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക, 4 = A. അപ്പോൾ നമുക്ക് എന്തെഴുതാം, therefore A = 4. കണ്ടോ, അങ്ങനെ നമ്മൾ ഫൈൻഡ് A എന്നാണ് പറഞ്ഞത്. സോ Aയും നമ്മൾ കണ്ടെത്തി. ക്ലിയർ ആയല്ലോ. സോ ഇത് കാണുന്ന കുട്ടികളെല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക കേട്ടോ, കമൻറ്റ് ചെയ്യുക. Thank you so much.